ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ എന്ന യൂണിറ്റിലെ ആദ്യ പാഠമാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ST7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. ഇലകൾ. ആദ്യം ജി കുമാരപിള്ള എഴുതിയ വനപർവ്വത്തിൽ നിന്നുള്ള കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത്. ഇലകൾ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ മഴക്കാറുകൊണ്ട് മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടോരു മാഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. എന്താ പറഞ്ഞിട്ടില്ല മക്കളെ കവിതയില്? ഉണങ്ങിക്കരിഞ്ഞ മരത്തിന് മഴ വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ മഴ ലഭിക്കുമ്പോൾ അതിന് വരുന്ന മാറ്റത്തെ കുറിച്ചാണല്ലേ. വരികൾ നോക്കൂ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ. എങ്ങനെയാണ് മരം എങ്ങനെയാണുള്ളത്? ഉണങ്ങിയിട്ടുണ്ട്, കരിഞ്ഞിട്ടുണ്ട്. ഇലകളൊക്കെ എന്താണ്? മൊരിഞ്ഞിട്ടുണ്ട്. അതായത് നല്ല ചൂട് തട്ടി കരിഞ്ഞ് മൊരിഞ്ഞിട്ടുണ്ട്. അത് ദ്രവിക്കാനിരിക്കുകയാണ് അല്ലെ. ദ്രവിക്കാനിരിക്കുന്ന മരക്കൊമ്പാണ്. അതായത് നശിച്ചു പോവാനിരിക്കുന്ന ഒരു മരക്കൊമ്പ്. അത് കാൺകെ മഴക്കാറ് കൊണ്ട് മഴത്തുള്ളി വീണു. ആകാശത്ത് എന്തായി? ഈ മരത്തിന്റെ അവസ്ഥ കണ്ട് മഴക്കാറ് മൂടി മഴത്തുള്ളി താഴേക്ക് വീണു. മരച്ചോട്ടിൽ എങ്ങോ മഴത്തുള്ളി തൊട്ടു. മരച്ചോട്ടിൽ എങ്ങായിരിക്കും തൊട്ടിട്ടുണ്ടായിരിക്കുക? വേരിലായിരിക്കും. മരത്തിന്റെ വേരില് മഴത്തുള്ളി തൊട്ടു. അങ്ങനെ മരത്തിന്റെ വേരില് മഴത്തുള്ളി തൊട്ടപ്പോ എന്താ മരത്തിന് വന്ന മാറ്റം? മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനിത്തു കുരുത്തു മുളപ്പാൽ പൊടിപ്പാൽ. മഴത്തുള്ളി വേരിലൂടെ മരത്തിലേക്ക് കയറി എന്തായി? മരിക്കാനിരുന്ന ആ മരക്കൊമ്പിലെല്ലാം ഈ മഴത്തുള്ളി പടർന്നു. അങ്ങനെ ഈ മരത്തിന് പുതിയ മുള പൊട്ടി പുതിയ ജീവൻ നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. കവിതയിൽ പറഞ്ഞത് എന്താണ്? മഴത്തുള്ളി ഉണങ്ങിയ മരത്തിൽ തട്ടി പുതിയ മുളകൾ വന്നു, പുതിയ ജീവൻ മരത്തിന് കിട്ടിയെന്നാണല്ലേ. അതേ ആശയം തന്നെയാണ് നമുക്ക് ഈ ചിത്രത്തിലും കാണാനായിട്ട് സാധിക്കുന്നത്. മഴ പെയ്തു, ഉണങ്ങിയ മരമാണ്, പക്ഷെ അതിന്റെ മഴത്തുള്ളി തട്ടുന്നുണ്ട്. അങ്ങിങ്ങായി എന്താണ്? മഴ പെയ്യുമ്പോൾ അങ്ങിങ്ങായി പച്ച തളിരിലകൾ വരുന്ന ചിത്രമാണ് ഉള്ളത്. കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിലും കാണുന്നത്. ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നു. ഉണങ്ങിയ മരത്തിന്റെ ചില്ലകളിൽ ജീവന്റെ സ്പർശമായി ജലത്തുള്ളികൾ പതിക്കുമ്പോൾ പുതിയ തളിരിലകൾ മുളച്ചു വരുന്ന ഇന്ദ്രജാലമാണ് കവി തന്റെ വാക്കുകളിൽ വരച്ചിടുന്നത്. മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തും കുരുത്തും മുളപ്പായി പൊടിപ്പായി എന്ന് കവി എഴുതിയത് അതുകൊണ്ടാണ്. അങ്ങനെ ചിത്രവും കവിതയിലെ ആശയവും ഒന്നു ചേർന്ന് നിൽക്കുന്നു. ഇനി ഈ കവിതാ ഭാഗം എഴുതിയ ജി കുമാരപിള്ളയെ നമുക്ക് പരിചയപ്പെടാം. കവി, അധ്യാപകൻ, ഗാന്ധിയൻ, മദ്യനിരോധന സമിതി പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ജി കുമാരപിള്ള. 1923 ഓഗസ്റ്റ് 22 തിരുവല്ല പെരിങ്ങര നെടുമ്പ്രത്ത് പടിഞ്ഞാറ്റുമുറിയിൽ പി ഗോപാലപിള്ളയുടെയും കോട്ടയം വെന്നിമല പഴയടത്ത് വീട്ടിൽ PG പാർവതി അമ്മയുടെയും മകനായി ജനിച്ചു. കോളേജ് പഠനത്തിനു ശേഷം ബോംബെയിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. 1944 തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി. പിന്നീട് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ട്യൂട്ടർ, പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ സ്കൂൾ അധ്യാപകൻ, മഹാത്മാഗാന്ധി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ ലെക്ചറർ, കോഴിക്കോട് സർവകലാശാല തലശ്ശേരി കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നീ നിലകളിലും ജോലി നോക്കി. കൊച്ചി പ്രജാമണ്ഡലം പ്രവർത്തകൻ, ദീനബന്ധു പത്രാധിപ സമിതി അംഗം, ഗാന്ധി വിചാര പരിഷത്തിന്റെ കാര്യദർശി, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഉപദേശക സമിതി അധ്യക്ഷൻ, ഗാന്ധി സാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെ ഉപദേശക സമിതി അംഗം, കേരള സർവകലാശാല സെനറ്റ് അംഗം, കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം, സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ്, കേരള മദ്യനിരോധന സമിതി അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത്. 1946 പുറത്തിറങ്ങിയ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന ജീവചരിത്രമാണ് ആദ്യ ഗ്രന്ഥം. 1950 പ്രസിദ്ധീകരിച്ച അരളിപ്പൂക്കൾ ആദ്യ കവിതാ സമാഹാരമാണ്. പാരമ്പര്യ കവിതയുടെയും ആധുനിക കവിതയുടെയും സംഗമവേദിയാണ് കുമാരപിള്ള കവിതകൾ. ആചാര്യ നരേന്ദ്രദേവ് ജീവചരിത്രമാണ്.
തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഇന്നും ഇന്നലെയും നാളെയും ലേഖനങ്ങളാണ്. മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, കവിത, സപ്തസ്വരം, സ്വന്തം, ചുവപ്പിന്റെ ലോകം, കായംകുളം തുടങ്ങിയവ കവിതകളാണ്. ലോക ചരിത്ര സംഗ്രഹം എന്നിവയാണ് മറ്റു പ്രധാന കൃതികൾ. 1984 ഓടക്കുഴൽ അവാർഡും 85 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ജി അരവിന്ദന്റെ ഉത്തരായനം സിനിമയിലെ ഹൃദയത്തിൽ രോമാഞ്ചം എന്ന ഗാനം രചിച്ചത് കുമാരപിള്ളയാണ്. 2000 ഓഗസ്റ്റ് 16 അന്തരിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം നോക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ചിത്രം നോക്കൂ മക്കളെ. ചിത്രത്തിൽ എന്താ കാണുന്നത്? നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ? അപ്പൊ അതിനെ കുറിച്ചായിരിക്കാം നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നോക്കൂ, വായിച്ചു നോക്കാം നമുക്ക്. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. പന്തീരാണ്ട് എന്ന് പറയുമ്പോൾ ആണ്ടെന്ന് പറയുമ്പോൾ വർഷം, പന്തീരാണ്ട് എന്ന് പറയുമ്പോൾ 12 വർഷം. അപ്പൊ 12 വർഷത്തിൽ ഒരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റുവീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം വെക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ. ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറവിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിന്റെ തഴുകലുണ്ട്. ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്നു ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പുമെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഒന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനി ഒരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്ത് നിന്ന് കാഹളം ഇറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പ് കൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം മൊട്ടുകൾ അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടുകൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്നു മാത്രം എനിക്കറിയാം. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. സുഗതകുമാരിയുടെ മുൻമൊഴി എന്നുള്ള ഭാഗത്ത് നിന്നെടുത്ത സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് മക്കളെ നീലക്കുറിഞ്ഞു പൂക്കുന്നതിനെ അതിന്റെ മനോഹാരിതയെ കുറിച്ചൊക്കെയാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. മക്കള് കണ്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പോയി കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഇനി നമുക്ക് സുഗതകുമാരിയെ കുറിച്ച് കൂടുതൽ അറിയാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു. പ്രകൃതിയെ തച്ചു തകർക്കുന്ന ചൂഷണങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദമുയർത്തി. പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു. സൈലന്റ് വാലി, അട്ടപ്പാടി, ആറന്മുള എന്നിങ്ങനെ നീളുന്നു ആ പോരാട്ടങ്ങൾ. 1934 ജനുവരി 22 തിരുവനന്തപുരത്ത് ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ. മാതാവ് VK കാർത്തിയായനി അമ്മ. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്.
സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിക്കുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു. തളിരു എന്ന മാസികയുടെ പത്രാധിപയായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി. സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായർ. മകൾ ലക്ഷ്മി അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. വായിക്കാം, കണ്ടെത്താം. ചോദ്യം 1. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? തിരയടിച്ചിളകുന്നത് പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട്. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുവിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിന്റെ തഴുകലുണ്ട്. ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട്. ചോദ്യം 2. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് നെയ്യാകെ മഞ്ഞപ്പൂങ്കൊടി പൂശിയിരിക്കുന്നു. വായുവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ചോദ്യം 3. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട്. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനി ഒരു 12 കാലം കഴിയണം പൂക്കൾ വിരിയാൻ. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. ചോദ്യം 4. ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത്. തേനീച്ചകൾക്ക് വേണ്ടി തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റു വീശുമ്പോൾ നീലക്കുറിഞ്ഞിപ്പൂക്കൾ തിരയടിച്ചിളകുന്നത് പോലെ ഒന്നിച്ചു നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം. സുന്ദരമായ ഭൂപ്രകൃതിയിലുള്ള മൂന്നാറിന്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ്. വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പരവതാനി വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വരകളും വരെ മൂന്നാറിനുണ്ട്. ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും. 2. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു എന്നാണ് സുഗതകുമാരി പറയുന്നത്. തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തുകിടക്കുന്നു. 3. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം. നീലക്കുറിഞ്ഞിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം. ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ. അടുത്ത ചോദ്യം ചേർത്ത് വെക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വണ്ടുകൾ പല നിറത്തിലുണ്ട്. കറുപ്പ് വണ്ടിന്റെ ഒരു നിറമാണ്. കറുത്ത മെയ്യ്, മെയ്യ് എന്ന് വെച്ചാൽ ശരീരം, അതാണ് കറുത്ത മെയ്യാണ് വണ്ടിന്റേത്. നീലക്കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിന്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. മെയ്യ് എന്ന പദം കറുപ്പ്, നീലക്കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിന്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇനി എന്താണ് വിശേഷണം എന്ന് നോക്കൂ.
ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ വിശേഷണം അഥവാ ഭേദകം എന്ന് പറയുന്നു. എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് കറുപ്പ് നെയ്യ്. ഇവിടെ നെയ്യിനെയാണ് വിശേഷിപ്പിക്കുന്നത് അഥവാ ശരീരത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരീരം അല്ലെങ്കിൽ നെയ്യ് എന്ന് പറയുന്നത് വിശേഷ്യമാണ്. വിശേഷിപ്പിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് എന്താണ്? കറുപ്പാണ്. അപ്പൊ കറുപ്പ് എന്നത് വിശേഷണമാണ്. അടുത്ത ചോദ്യം, പുഷ്പോത്സവം സംഘടിപ്പിക്കാം. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. ഒരു പേപ്പർ കട്ടിംഗ് ആണ് തന്നിട്ടുള്ളത്, വായിച്ചു നോക്കാം. തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും. കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം, കവടിയാർ, ശാസ്ത്രമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണി വരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലങ്കൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാവും. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരത്തിൽ പുഷ്പോത്സവം ഒരുക്കും. നഗരവസന്തം പതിവ് പുഷ്പമേള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത്. രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിന്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും. സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാര ചെടികളുടെയും ബോൺസായി വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവർഷം പിറക്കുന്നതുവരെ ജനസാഗരം നഗരവസന്തവേദിയിൽ തുടരും. പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ചറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താല്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും. ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായി നിലനിർത്താനാകൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും. ഇതിന് താഴെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആസൂത്രണം ചെയ്യണം ആദ്യം, പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കണം, സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കണം, ഒരുക്കണം, പൂക്കളുള്ള ചെടികൾ എത്തിക്കണം, പിന്നെ ചിട്ടയായ ക്രമീകരണം വേണം. അതായത് ഒരു ഓർഡറിൽ വേണം എല്ലാം, അതായത് കറക്റ്റായിട്ട് ഒന്നെല്ലാം കൂടെ വാരി വലിച്ച് നമുക്ക് അറേഞ്ച് ചെയ്താൽ എന്താണ് ഭംഗി ഉണ്ടായിരിക്കില്ല അല്ലെ? അപ്പൊ ഭംഗിയോടുകൂടി ചിട്ടയായ ക്രമീകരണം വേണം. പിന്നെ പ്രദേശത്തെ ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും ഒക്കെ പങ്കാളിത്തം നൽകണം. നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക. വിദ്യാലയമുറ്റത്ത് വസന്തമൊരുക്കി പുഷ്പോത്സവം. കോഴിക്കോട് വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പുഷ്പോത്സവം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി സ്കൂൾ ക്യാമ്പസിൽ നടന്നു വന്ന തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് വർണ്ണാഭമായ ഈ പ്രദർശനം ഒരുക്കിയത്. പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം തന്നെ സജ്ജമാക്കിയിരുന്നു. വിവിധ ഇനങ്ങളിൽപ്പെട്ട റോസുകൾ, ജമന്തികൾ, ഓർക്കിഡുകൾ തുടങ്ങി ഒട്ടേറെ പൂച്ചെടികൾ പ്രദർശനത്തിന് മിഴിവേകി. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച അപൂർവമായ പൂച്ചെടികളും ഈ പ്രദർശനത്തിൽ ഇടം പിടിച്ചു. പരിസ്ഥിതി ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആകർഷകമായ പോസ്റ്ററുകളും നോട്ടീസുകളും പുഷ്പോത്സവത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ചിട്ടയായ ക്രമീകരണങ്ങളോടെ നടന്ന ഈ പരിപാടിയിൽ പ്രദേശത്തെ മറ്റ് ക്ലബ്ബുകളും വിവിധ കൂട്ടായ്മകളും സജീവമായി പങ്കുചേർന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് പുഷ്പോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ ഈ പൂന്തോട്ടം വരും ദിവസങ്ങളിലും സംരക്ഷിക്കുമെന്ന് പരിസ്ഥിതി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും നമ്മൾ ചെയ്ത ചോദ്യോത്തരങ്ങളും ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക് യു.